കൂട്ടുകാരെ, നമുക്കൊരു കഥ കേൾക്കാം. കഥയുടെ പേര് മനുഷ്യനും സിംഹവും. ഒരു സിംഹവും ഒരു മനുഷ്യനും കൂടി ഒരിക്കൽ കാട്ടിലൂടെ നടക്കാനിറങ്ങി. ഈ അപൂർവ കൂട്ടുകാരെ കണ്ട് കാട്ടിലെ പക്ഷികളും മൃഗങ്ങളും അത്ഭുതത്തോടെ നോക്കി നിന്നു. നോക്കൂ, എൻ്റെ മസിലുകൾ എത്ര ഭാരമേറിയ വസ്തുവും എനിക്ക് കൈകൊണ്ട് ഉയർത്താൻ പ്രയാസമില്ല, മനുഷ്യൻ അല്പം അഹങ്കാരത്തോടെ പറഞ്ഞു. അഹങ്കാരിയായ ആ മനുഷ്യനെ സിംഹത്തിന് വേണമെങ്കിൽ ഒറ്റ തൊഴിക്ക് കടിച്ചു കീറി തിന്നാമായിരുന്നു. അത്ര ശക്തനാണ് സിംഹം. പക്ഷേ ആ സിംഹം ദയാലുവായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ട് പിന്നെയും നടന്നു. മനുഷ്യർ ശക്തരാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മനുഷ്യരെക്കാൾ ശക്തിയുള്ളവരാണ് സിംഹങ്ങൾ, സിംഹം അയാളോട് പറഞ്ഞു. അവർ പലതിനെക്കുറിച്ചും തർക്കിച്ചു, എങ്കിലും ഒരിക്കലും ചണ്ട കൂടുകയുണ്ടായില്ല. മരങ്ങളുടെ തണലിലൂടെ അവർ നടന്നു നീങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവർ കാട്ടിലെ ഒരു തുറസായ സ്ഥലത്തെത്തി. അവിടെ ഒരു വലിയ കരിങ്കൽ പ്രതിമ നിൽക്കുന്നത് ഇരുവരും കണ്ടു. ആ പ്രതിമയിലേക്ക് മനുഷ്യൻ ശ്രദ്ധാപൂർവം നോക്കി. സിംഹത്തെ മനുഷ്യൻ കീഴടക്കി നിർത്തിയതിൻ്റെ ചിത്രീകരണമായിരുന്നു അത്. മനുഷ്യൻ ആ പ്രതിമ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിംഹത്തോട് പറഞ്ഞു, നോക്കൂ, ആ പ്രതിമ മനുഷ്യനാണ് സിംഹത്തേക്കാൾ കരുത്തുള്ളവനെന്ന് തെളിയിക്കാൻ ഇനി എന്ത് വേണം? മനുഷ്യൻ സിംഹത്തെ കീഴടക്കി നിർത്തിയിരിക്കുന്നത് കണ്ടില്ലേ? സിംഹം പറഞ്ഞു, ആ പ്രതിമ നിർമ്മിച്ചത് മനുഷ്യരായ നിങ്ങളാണ്. ഞങ്ങൾ ഒരു പ്രതിമ നിർമ്മിക്കുകയാണെങ്കിൽ ഇങ്ങനെയാകില്ല. മനുഷ്യന് സിംഹത്തോളം ശക്തിയില്ല എന്ന് തെളിയിക്കുന്ന പ്രതിമയായിരിക്കും ഞങ്ങൾ ഉണ്ടാക്കുക. പക്ഷേ എന്തു ചെയ്യാം, കൊത്തുപണിയും ശില്പവേലയും ഞങ്ങൾക്ക് വശമില്ലല്ലോ. ഈ കഥയുടെ ഗുണപാഠമാണ്: വിദ്യയാണ് വിജയത്തിന് ആവശ്യം. മനുഷ്യൻ വിദ്യ കൊണ്ട് ശക്തിയെ ജയിക്കുന്നു.